നിയോക്താലി മുറിയിലേക്ക് കയറിപ്പോയ ശ്രീനന്ദ ഏറെ നേരം കഴിഞ്ഞായിരുന്നു അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയത്. താഴേക്കുള്ള പടികൾ ഒന്നൊന്നായി ഇറങ്ങി വരുന്ന ശ്രീനന്ദയെ കണ്ടതും ഡൈനിങ് ഹാളിൽ ഇരുന്നു കൊണ്ട് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരുന്ന ഇന്ദിര പെട്ടെന്ന് എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് വന്നു. വയ്യായ്ക്കൊക്കെ മാറിയോ മോളെ? പെട്ടെന്ന് ഇന്ദിര അങ്ങനെ ചോദിച്ചതും ശ്രീനന്ദ ആലോചനയോടെ അവരെ ഒന്ന് നോക്കി. മിക്കവാറും ഏട്ടൻ എന്തേലും പറഞ്ഞിട്ടുണ്ടാവും അമ്മയോട്. മാറിയമ്മേ, ഇപ്പൊ കുഴപ്പമില്ല. അതർവ് വന്നിട്ട് പറഞ്ഞിരുന്നു മോള് നല്ല ടയേർഡാണെന്ന്. ഞാനാ പറഞ്ഞത് വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട, മോള് റെസ്റ്റ് എടുത്തോട്ടെ എന്ന്. ഇന്ദിര പറഞ്ഞതിന് മറുപടിയായി ഒന്ന് ചിരിച്ചുകൊണ്ട് ശ്രീനന്ദ മെല്ലെ ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നു. അമ്മേ, ഏട്ടനും അരിനും എവിടെ? അവർ രണ്ടുപേരും പുറത്ത് ഗാർഡനിലുണ്ട് മോളെ. പിന്നെ ഒന്നും നോക്കിയില്ല, ശ്രീനന്ദ നേരെ ഗാർഡനിലേക്ക് ചെന്നു. ഗാർഡനിൽ ഇട്ടിരുന്ന ഊഞ്ഞാലിൽ ആര്യൻകുട്ടനോട് എന്തൊക്കെയോ കാര്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് അതർവ്. ശ്രീനന്ദ അവിടേക്ക് വരുന്നത് കണ്ടതും ആര്യൻ ഉറക്ക വിളിച്ചു പറഞ്ഞു, ദേച്ച ആന്റി വരുന്നു. പതിയെ അതർവിന്റെ നോട്ടം ശ്രീനന്ദയ്ക്ക് നേരെ നീണ്ടു. ഒരു വേള ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൊരുത്തു. കുറച്ചു സമയം മുമ്പ് കഴിഞ്ഞു പോയ ആ ഓർമ്മകളിൽ ശ്രീനന്ദയുടെ മുഖം വീണ്ടും തൊടുത്തു. അവൾ പതിയെ നടന്നു വന്ന് ആര്യൻകുട്ടന്റെ അരികിലേക്കിരുന്നു. ശ്രീനന്ദ കൂടി അവിടേക്ക് വന്നതോടെ ആര്യൻകുട്ടൻ കൂടുതൽ ഉഷാറായി. പിന്നെ കളിയും ചിരിയുമൊക്കെയായി കുറേയേറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ മൂന്നുപേരും തിരികെ അകത്തേക്ക് കയറിപ്പോയത്. ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കാത്തിരുന്ന ഓണക്കാലം വീണ്ടും എത്തി. വീടും പരിസരവും ഒരാഘോഷ തിമിർപ്പിലായിരുന്നു. ഓണത്തിന് തൊട്ട് തലേദിവസം അതർവും ശ്രീനന്ദയും കൂടിയായിരുന്നു ഓണക്കോടി എടുക്കുവാൻ ടൗണിലേക്ക് പോയത്. തിരക്കേറിയ വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് അവൾക്കായി മനോഹരമായ ഒരു കസവ് സാരി തിരഞ്ഞെടുക്കുമ്പോൾ അതർവിന്റെ കണ്ണുകളിൽ വിരിഞ്ഞ പ്രണയം ശ്രീനന്ദയ്ക്ക് മറക്കാനാവില്ല. അവൻ അവളുടെ ദേഹത്തേക്ക് ആ സാരി വെച്ച് നോക്കി. കൊള്ളാം നന്ദ, ഇത് നിനക്ക് നന്നായിട്ട് ചേരും. അവൻ പറഞ്ഞതും പെണ്ണിന്റെ മിഴികളിൽ വല്ലാത്തൊരു നാണം മുട്ടിട്ടു. അവളുടെ വേഷത്തോട് മാച്ച് ചെയ്യുന്ന മുണ്ടും കുർത്തയും അതർവിനായും ഒപ്പം ആര്യൻകുട്ടന് കുട്ടിമുണ്ടും കുപ്പായവും ഒക്കെ വാങ്ങി നിറഞ്ഞ മനസ്സോടെയാണ് അന്നവർ തിരികെ വീട്ടിലെത്തിയത്. നന്ദിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണവൾ ഇങ്ങനൊരു ഓണക്കോടി വാങ്ങുന്നത് പോലും. അവളുടെ സന്തോഷം അത് വാക്കുകൾക്ക് അതീതമായിരുന്നു. അച്ചച്ചനും അച്ചമ്മയ്ക്കുള്ള ഓണക്കോടി ആര്യൻകുട്ടനായിരുന്നു കൊണ്ടുപോയി കൊടുത്തത്. അവന്റെ ഒപ്പം നിറഞ്ഞ ചിരിയുടെ നന്ദിയുമുണ്ട്. പിന്നെ ഭവാനിയമ്മയ്ക്കും കൊടുത്തു 2 സാരി. പിന്നെ വന്ന ഓണനാളുകൾ അവർക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു. എല്ലാ ദിവസവും ആര്യനും നന്ദിയും ചേർന്ന് പൂക്കളവിടും. അവനതൊക്കെ വലിയ ഉത്സാഹമാണ്. ആന്റിയുടെ കൂടെ അവൻ ചുറ്റിപ്പറ്റി നടക്കും. രണ്ടുപേരും അത്രയ്ക്ക് കമ്പനിയാണ്. TV കണ്ടുകൊണ്ട് രാത്രിയിൽ കുറേ നേരം ഇരുവരും ഇരിക്കും. മക്കളെ, പോയി കിടന്നോട്ടോ, നാളെ വെളുപ്പിന് എണീക്കണ്ടേ? അതെന്താ അച്ചമ്മേ? ആര്യൻ പെട്ടെന്ന് ചോദിച്ചു. നാളെ എൻ്റെ മോൻ്റെ ഓണമല്ലേ, നമുക്ക് ഓണം ആഘോഷിക്കണ്ടേ? അവർ ചോദിച്ചതും ആര്യൻ ചാടി എണീറ്റു. നാളെയാണോ ഓണം? അതെന്നേ, നാളെയാണ് ആര്യൻകുട്ടൻ കുളിച്ച് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് അച്ഛൻ്റെയും ആന്റിയുടെയും ഒപ്പം അമ്പലത്തിലൊക്കെ പോകുന്നത്. ആണോ? അവന്റെ മിഴികൾ വിടർന്നു. അവർ മുറിയിലേക്ക് വന്നപ്പോൾ അതർവ് കുളിക്കുവാണ്. കുഞ്ഞിനോട് ഓരോ കഥകൾ പറയുന്ന ശ്രീനന്ദയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് അതർവ് ഇറങ്ങി വന്നത്. മതി മതി, കിടന്നുറങ്ങിക്കോണം രണ്ടാളും. അവന്റെ ശബ്ദം മുഴങ്ങി. പെട്ടെന്ന് ഇരുവരും പുതപ്പെടുത്ത തലവഴി മൂടി കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. അത് കണ്ടതും അതർവിന് ചിരി വന്നു. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അതർവ് വന്ന് അവരുടെ അരികിൽ കിടന്നു. അങ്ങനെ ഓണം വന്നു. ശ്രീനന്ദയാണ് ആദ്യം എണീറ്റത്. അവളുടെ ഒപ്പം ആര്യനും ഉണർന്നു. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന അതർവിനെ നോക്കിയ ശേഷം നന്ദ കുഞ്ഞിനെയും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. അവനെ ബ്രഷ് ചെയ്യിപ്പിച്ച് കുളിപ്പിച്ചു. റൂമിൽ കൊണ്ടുവന്നിട്ട് പുതിയ ഉടുപ്പൊക്കെ എടുത്തിടുവിച്ചു. ആര്യൻകുട്ടൻ തെല്ല ഗമയോടെ ആന്റിയെ നോക്കി. അത് കണ്ട് നന്ദ പൊട്ടിച്ചിരിച്ചു. അതർ ഉണർന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതായിരുന്നു. അച്ഛ, പെട്ടെന്ന് കുളിച്ചിട്ട് വരണേ, നമുക്ക് കോവിലിൽ പോണം, പറഞ്ഞുകൊണ്ട് ആര്യൻ അവന്റെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. എന്നിട്ട് പുറത്തേക്ക് ഓടിപ്പോയി. കുളി കഴിഞ്ഞ് സെറ്റ് സാരിയും മുടുത്ത് ഈറൻ മുടിയിഴകൾ പിറകിലേക്കിട്ട് കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുവാണ് ശ്രീനന്ദ. ആ സമയം റൂമിലേക്ക് വന്ന അതർവ് ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്ന് പോയി. തന്റെ പെണ്ണ് ഓരോ ദിവസം ചെല്ലുന്തോറും സുന്ദരിയായി വരുന്നുണ്ട്. പെണ്ണിങ്ങനെ തുടുത്തു നിൽക്കുന്നത് ഫുൾ ക്രെഡിറ്റും തനിക്കുള്ളതാണെന്ന് ഓർത്തപ്പോ അവന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു.
കസവ് മുണ്ടും കുർത്തയും അണിഞ്ഞ് നാടൻ ലുക്കി വരുന്ന അതിർവിനെ കണ്ണാടിയിലൂടെ കണ്ടതും ശ്രീനന്ദയുടെ നെഞ്ചിടിപ്പേറി. അവന്റെ മിഴികളിൽ കുസൃതിയാണ്. മെല്ലെ നടന്ന് അവൾക്ക് തൊട്ടു പുറകിലായി വന്നു നിന്ന അതിർവ്. നന്ദയാണെങ്കിൽ പുറത്തേക്ക് ഓടാൻ ഭാവിച്ചതും അവൻ അവളെ പിടിച്ചു നിർത്തി. ഒന്ന് കാണട്ടെ പെണ്ണേ, എങ്ങോട്ടായി പായുന്നത്? അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടാണ് അവന്റെ ചോദ്യം. അവന്റെ ആ പെട്ടെന്നുള്ള സ്പർശനത്തിൽ ശ്രീനന്ദ ഒന്ന് വിറച്ചു. ഏട്ടാ, വിടുന്നുണ്ടോ? ആരെങ്കിലും വരും. അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. ആരും വരില്ലടോ. ഇനിയിപ്പോ അഥവാ വന്നാലും ഞാൻ എൻ്റെ പെണ്ണിനെയല്ലേ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത്. അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അതിർവ് മന്ത്രിച്ചു. ആ ചൂട് ശ്വാസം തട്ടിയതും അവൾ മിഴികൾ പൂട്ടി അവന്റെ നെഞ്ചിലേക്ക് ചാരി. അവളുടെ ഈറൻ മുടിയിഴകൾ വശത്തേക്ക് മാറ്റി ആ നഗ്നമായ കഴുത്തിൽ അതിർവ് തന്റെ അതിരങ്ങൾ അമർത്തുമ്പോൾ ശ്രീനന്ദയുടെ കൈകൾ അവന്റെ കുർത്തയിൽ മുറുക്കി പിടിച്ചിരുന്നു. മേശപ്പുറത്തിരുന്ന കുങ്കുമച്ചെപ്പിൽ നിന്നും അല്പം സിന്ദൂരമെടുത്ത് അവൾ അറിയാതെ അവളുടെ നെറ്റിത്തടത്തിൽ അവൻ ചാർത്തിക്കൊടുത്തു. കണ്ണുകൾ തുറന്ന് ആ സ്നേഹം കൺകുളിർക്കെ കണ്ട് തിരിഞ്ഞു നിന്നവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിക്കുമ്പോൾ പ്രണയം കൊണ്ട് അവളും കൂടുതൽ ചുവന്നു തൊടുത്തിരുന്നു. മുറ്റത്ത് വലിയ പൂക്കൾ വിട്ടും സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിൽ ഇന്ദ്രിയെ സഹായിച്ചും ശ്രീനന്ദ വീടൊന്നാക്കി ഓടി നടന്നു. ഓണക്കോടി കൊടുത്ത് അതിർവിന്റെ കൈകൾ കോർത്തു പിടിച്ചു നിന്ന നിമിഷങ്ങളിൽ അവൾ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ പെണ്ണായി മാറി. ഓണസദ്യയ്ക്ക് ശേഷം ഗാർഡനിലെ ഊഞ്ഞാലിൽ അതിർവിനൊപ്പം ഇരുന്ന് ആര്യൻകുട്ടിന്റെ കുസൃതികൾ കണ്ട് ചിരിച്ചതും ഇന്ദ്രയുടെ വാത്സല്യം നിറഞ്ഞ തലോടലുകളെല്ലാം അവനിലായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അവരെല്ലാവരും ചേർന്ന് ആ ഓണം സന്തോഷത്തോടെ ആഘോഷിച്ചു. 10 ദിവസത്തെ ഓണാവധി കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ് കഴിഞ്ഞുപോയതെന്ന് നന്ദ ഓർത്തു. അവധിയൊക്കെ കഴിഞ്ഞ് നാളെ മുതൽ സ്കൂളിലും കോളേജിലും പോകണമല്ലോ എന്ന ചിന്തയിൽ അത്ര താല്പര്യമില്ലാതിരിക്കുവാണ് ശ്രീനന്ദ ആര്യൻകുട്ടനും. എന്താണ് രണ്ടുപേരുടെയും മുഖത്തിനൊരു വാട്ടം? ഇന്ദിര അവിടേക്ക് വന്ന് ചോദിച്ചു. ശോ, നാളെ മുതൽ വീണ്ടും കോളേജിൽ പോകണമല്ലോ അമ്മേ. ശ്രീനന്ദ പറഞ്ഞതും ഇന്ദിര അവളെ കണ്ണുകൂർപ്പിച്ചൊന്ന് നോക്കി. അയ്യടാ, പിന്നെ മടി പിടിച്ച് എന്നും വീട്ടിലിരിക്കാനാണോ ഉദ്ദേശം? അങ്ങനല്ലമ്മേ, അവധി പെട്ടെന്നങ്ങ് തീർന്നു പോയതുപോലെ. കുറച്ച് ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് പോകുന്നത് കൊണ്ട് ഒരു മടി. അത് സാരില്ല, നാളെ രാവിലെ ആവുമ്പോൾ ആ മടിയൊക്കെ അങ്ങ് മാറിക്കോളും. മര്യാദയ്ക്ക് ആഹാരം കഴിച്ചിട്ട് നേരത്തെ കിടന്നുറങ്ങാൻ നോക്കിക്കോ രണ്ടാളും. ആര്യൻകുട്ടാ, നിന്നോടും കൂടിയാ പറഞ്ഞത്. ഇന്ദിര പറയുന്ന ഒന്നും ശ്രദ്ധിക്കാതെ ടിവിയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ആരിനെയും അവർ നിർബന്ധിച്ചെഴുന്നേപ്പിച്ച് ഡൈനിങ് ഹാളിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പതിയെ ആടിത്തൂങ്ങി അവരിരുവരും മുകളിലേക്ക് കയറി ചെന്നു. അതിർവ് മുകളിലെ ഓഫീസ് റൂമിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺഫറൻസ് മീറ്റിംഗിലായിരുന്നു ആ സമയം. അതുകൊണ്ട് തന്നെ 2-3 മണിക്കൂറത്തേക്ക് അവനെ വിളിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് അവൻ മീറ്റിങ്ങിന് കയറിയത്. ശ്രീനന്ദ ആര്യൻകുട്ടനും റൂമിലേക്ക് വന്ന് ഓരോന്നൊക്കെ സംസാരിച്ച് കിടന്നു. രണ്ടുപേരും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിന്നെയും ഏറെ നേരം കഴിഞ്ഞിട്ടാണ് അതിർവിന്റെ മീറ്റിംഗ് കഴിഞ്ഞത്. മീറ്റിംഗ് കഴിഞ്ഞ് ലാപ്പുമായി ബെഡ്റൂമിലേക്ക് വരുന്നവൻ കാണുന്നത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന ശ്രീനന്ദയെയും ആര്യൻകുട്ടനെയുമാണ്. അവരുടെ കാൽച്ചുവട്ടിൽ കിടന്ന ബ്ലാങ്കറ്റ് എടുത്ത് അവരെ രണ്ടുപേരെയും ഒന്ന് പുതുപ്പിച്ച് AC-യുടെ തണുപ്പും അഡ്ജസ്റ്റ് ചെയ്തിട്ട് റൂം അടച്ച് അതിർവ് താഴേക്ക് ചെന്നു. ഇന്ദിര അപ്പോഴും താടിക്ക് കൈയും കൊടുത്ത് അതിർവിന്റെ വരവും കാത്ത് ഡൈനിങ് ഹാളിൽ ഇരിപ്പുണ്ട്. അമ്മ കിടന്നില്ലേ? നീ കൂടി വന്ന് ആഹാരം കഴിച്ചിട്ട് കിടക്കാന്ന് കരുതി. അത് കൊള്ളാം, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ആഹാരം കഴിച്ചിട്ട് കിടന്നോളാൻ. എനിക്കെന്താ ആഹാരം തനിയെടുത്ത് കഴിക്കാൻ അറിയില്ലേ? ഞാനത്ര കൊച്ചു കുട്ടിയൊന്നുമല്ല. അതിർവ് അത് പറഞ്ഞുകൊണ്ട് ഇന്ദിരയ്ക്ക് എതിർവശം കിടന്ന ഒരു ചെയർ വലിച്ചിട്ടിരുന്നു. നീ അത്ര കൊച്ചുകുട്ടിയല്ലെന്ന് എനിക്കറിയാൻ മോനെ. പക്ഷേ മക്കൾ എത്ര വളർന്നാലും എനിക്ക് നീ എപ്പോഴും ആ ചെറിയ കുട്ടി തന്നെയാ. എന്തു പെട്ടെന്ന് വർഷങ്ങൾ ഓരോന്നും കടന്നു പോകുന്നതല്ലേ. ഇന്ദിര അതിർവിന്റെ മുഖത്തേക്ക് നോക്കി മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ ആഹാരം കഴിക്കുന്നു നോക്കി. നിർവൃതിയോടെ ഇരുന്നു. അവർക്ക് ആ സമയം കുഞ്ഞതിർവിനെ ഓർമ്മ വന്നു. എന്തിനും ഏതിനും അമ്മയെന്ന് വിളിച്ച് ചിലുങ്ങിക്കരയുന്ന ആ കുഞ്ഞി ചെക്കനിൽ നിന്നും അവൻ ഒരുപാട് ദൂരം മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുന്നു. ഇന്ദിരയുടെ ഉള്ളിൽ അവനോടുള്ള വാത്സല്യം തുടികൊട്ടി. ആഹാരമൊക്കെ കഴിച്ച ശേഷം അതിർവ് മുകളിലേക്ക് ചെല്ലുമ്പോഴും ശ്രീനന്ദ ആര്യൻകുട്ടനും അതേ കിടപ്പ് തന്നെയാണ്.
ലൈറ്റ് ഓഫ് ചെയ്ത് അവരിരുവരെയും ഉണർത്താതെ അവനും ഒരരികിലേക്ക് കിടന്നു. ഇടയ്ക്ക് ശ്രീനന്ദ തിരിഞ്ഞു വന്നിട്ട് അവന്റെ വയറ് ചുറ്റിപ്പിടിച്ചു കിടന്നു. അഥർവ് തന്റെ വലം കൈ കൊണ്ട് അവളെയും പുണർന്നു. ഒപ്പം അവളുടെ നെറുകയിൽ ഒന്നും മുത്തി. അല്പം ചുരുണ്ടുകൂടിക്കൊണ്ട് പെണ്ണവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. തന്റെ പെണ്ണിനെയും ചേർത്ത് പുൽകിക്കൊണ്ട്. എപ്പോഴോ ഒന്ന് ഉറങ്ങിയതുപോലും അവനറിയില്ലായിരുന്നു. രാവിലെ ഒരിക്കലും ഇല്ലാത്തൊരു മടിയോടെയാണ് ശ്രീനന്ദ ഉറക്കം എഴുന്നേറ്റത്. തന്റെ വലതുവശത്തേക്ക് നോക്കിയപ്പോൾ അഥർവണീറ്റ് പോയിട്ടുണ്ട്. ഉറക്കം എഴുന്നേറ്റ് ബെഡിൽ ചമ്രം പടഞ്ഞിരിക്കുവാണ് അവൾ. അഥർവ് ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവൻ കാണുന്ന കാഴ്ചയും അതാണ്. എന്തു പറ്റി? റെഡിയാവുന്നില്ലേ? കോളേജിൽ പോകാൻ സമയമായാലോന്നെന്താ? ഏട്ടാ, ഇന്ന് പോണോന്നേ? അവളത് ചോദിച്ചതും അവൻ മെല്ലെ അടുത്തേക്ക് വന്ന് അവളുടെ ചെവിയിലേക്ക് പിടിച്ചു. മര്യാദയ്ക്ക് പോയി റെഡിയായിട്ട് വാ, ഇല്ലെങ്കിൽ ഇന്ന് ബസ്സിന് പോകേണ്ടി വരുന്നതായി. കൃത്യസമയത്ത് ഞാൻ ഇറങ്ങും. എനിക്ക് നേരത്തെ കാലത്തെ ഓഫീസിൽ പോകേണ്ടതാണ്, കേട്ടോന്നെന്താ? തീർപ്പ് പോലെ പറഞ്ഞു അഥർവ്. ഒടുക്കം ശ്രീനന്ദ മനസ്സില്ലാ മനസ്സോടെ കോളേജിൽ പോകാൻ തയ്യാറായി ഇറങ്ങി. യൂണിഫോമൊക്കെ ഇട്ട് ഏറെ നേരം അവൾ മുറിയിൽ തന്നെ നിന്നു. എന്താണ് തനിക്കിപ്പോൾ ഇത്രയും മടി? മുമ്പ് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരണം. ആരെയും ശ്രദ്ധിക്കാതെ ആശ്രയിക്കാതെ ജീവിക്കണം. ഒന്നുമില്ലാത്തവർക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യണം. അവർക്കൊരു തുണയാകണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായി പഠനം തുടങ്ങിയവളാണ്. ഇപ്പൊ കുറച്ചായി എല്ലാത്തിനും ഒരു മടിയാണ്. ചിന്തകൾക്കൊടുവിൽ അവളുടെ മനസ്സിൽ തെളിഞ്ഞ മുഖം അഥർവിൻ്റേതാണ്. താൻ വല്ലാണ്ട് അടിമപ്പെട്ടു പോയിരിക്കുന്നു ആ മനുഷ്യനെ. അത് പാടില്ലെന്നെന്താ? എല്ലാവരും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമായിരിക്കണം. ഒരാൾക്ക് വേണ്ടി ഒരിക്കലും നീ നിന്റെ കരിയർ സ്പോയിൽ ചെയ്യരുത്. നീ ഒരു ബ്രില്യൻ്റ് ആയ പെൺകുട്ടിയാണ്. അവൾ കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്ന് ആത്മവിശ്വാസം വരാൻ കണ്ണാടിയിലെ സ്വന്തം പ്രതിബിംബത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശേഷം മുഖത്തൊരു പുഞ്ചിരിയുമായി ബാഗുമെടുത്ത് താഴേക്ക് ഇറങ്ങിച്ചെന്നു. ആര്യൻകുട്ടൻ അപ്പോഴും സ്കൂളിൽ പോകാൻ മടി പിടിച്ചിരിക്കുവാണ്. ഇന്ദിര അവനെ ഭക്ഷണം കഴിപ്പിക്കുന്ന തിരക്കിലും ശ്രീനന്ദ അവനെ നോക്കി ഒന്ന് വാപത്തിച്ചിരിച്ചതും ആ ചെറിയ ചെക്കൻ കുഞ്ഞിക്കണ്ണുകൾ കൊണ്ട് അവളെ രൂക്ഷമായി നോക്കി. അച്ഛമ്മേ, ദേ ആന്റി എന്നെ നോക്കി ചിരിക്കുന്നു. അവൻ ചെളുങ്ങിക്കൊണ്ട് ഇന്ദിരയോട് പറഞ്ഞതും അഥർവ് അവളെ ശാസനയോടെ നോക്കി. പിന്നൊന്നും പറയാതെ ശ്രീനന്ദ വേഗം ആഹാരം കഴിച്ച് എഴുന്നേറ്റു. ആര്യന്റെ കവിളിലൊന്നും മുത്തിക്കൊണ്ട് ഇന്ദിരയോട് യാത്ര പറഞ്ഞിറങ്ങി അവൾ. അവരുടെ കാറ് മെല്ലെ മുന്നോട്ട് ചലിച്ചു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് അഥർവിന്റെ കണ്ണുകൾ ശ്രീനന്ദയിലേക്ക് നീളുന്നുണ്ട്. എന്തോ ചേട്ടാ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവന്റെ ആ നോട്ടം കാണി ശ്രീനന്ദ ചോദിച്ചു. തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനിരിക്കുമായിരുന്നു ഞാൻ. അവളുടെ കണ്ണുകളിൽ സംശയം. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നന്ദയ്ക്ക് പേടിയാവാൻ തുടങ്ങി. അതെ, അല്പം സീരിയസ് ആണ്. താൻ കുറച്ചായിട്ട് അല്പം ഉഴപ്പുന്നുണ്ടോ നന്ദ? തന്റെ ഡ്രീമിൽ നിന്നും തെന്നി മാറുന്നുണ്ടോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. അഥർവത് പറഞ്ഞതും ശ്രീനന്ദയ്ക്ക് മനസ്സിലായി അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. നോക്ക് നന്ദ, താൻ കുറച്ചുകൂടി സീരിയസ് ആവണം തന്റെ സ്റ്റഡീസിൽ. ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്നാൽ മാത്രം പോരാ, പഠിച്ചൊരു നിലയിലെത്തണ്ടേ? അവൻ ചോദിച്ചതും നന്ദ മെല്ലെ തലകുലുക്കി. എന്നാലും ആലോചനയോടെ വീണ്ടും പെണ്ണവൾ അവനെ ഉറ്റുനോക്കുന്നുണ്ട് താനും. എന്റെ ഓർമ്മ വെച്ച് പറയുവാണെങ്കിൽ എന്റെ ലൈഫിലേക്ക് താൻ കടന്നു വരുമ്പോൾ പഠിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോഴങ്ങനല്ല. മറ്റെന്തൊക്കെയോ ആണ് ഈ കുഞ്ഞൻ തലയിൽ. അവൻ ഒരു ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ തലയിൽ തട്ടി പറഞ്ഞു. ഏട്ടനല്ലേ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ തരുന്നത്? ശ്രീനന്ദ അവന്റെ മുഖത്ത് നോക്കാതെ മുഖം ചിരിച്ചു വെച്ചുകൊണ്ട് ഉടനടി പറഞ്ഞു. അത് കൊള്ളാം. അപ്പൊ അതാണോ താൻ പഠിക്കാത്തത്? അതെ, പഠിക്കാൻ വേണ്ടി വരുമ്പോ ആവും ഏട്ടൻ എന്തേലും കുസൃതി കാട്ടുന്നത്. പിന്നെ ഞാനും വേണ്ടാത്ത ഓരോന്നോർത്തിരിക്കും. അത് കഴിഞ്ഞ് ആര്യൻകുട്ടൻ വരുമ്പോ ഉറങ്ങാനും കിടക്കും. ഓഹോ, അപ്പൊ കുറ്റം മുഴുവൻ നമുക്കായല്ലേ നന്ദ? ഏയ്, അങ്ങനൊന്നും പറഞ്ഞതല്ല. എങ്കിൽ ശരി, ഇനി തന്റെ സ്റ്റഡീസ് കഴിയുന്നത് വരെ ഞാൻ അങ്ങനെ ഒന്നും വരുന്നില്ല, ഓക്കെ? അഥർവ് അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീനന്ദ വല്ലാതായി. ഏട്ടാ, ഞാൻ അങ്ങനെ മറ്റൊന്നോർത്ത് പറഞ്ഞതല്ല. താൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനും മറ്റൊരു രീതിയിലും അല്ല പെണ്ണെ ചിന്തിച്ചത്. സത്യം പറഞ്ഞാൽ പഠിക്കേണ്ട പ്രായമാ അവളുടേത്. അതിനിടെ കല്യാണം കഴിഞ്ഞു. പക്ഷെ ഇടയ്ക്കൊക്കെ താൻ അവളുടെ പ്രായം മറന്നുപോയി. താൻ ഒരു പുരുഷനായി മാത്രം ചിന്തിച്ചു. അഥർവ് കുറ്റബോധത്തോടെ ഓർത്തു. കുറേ നേരമായിട്ട് അഥർവ് ഒന്നും മിണ്ടാതെ
എന്തൊക്കെയോ ആലോചനകളിൽ മുഴുകിയിരിക്കുന്നത് കണ്ടതും ശ്രീനന്ദയ്ക്കും വല്ലാത്തൊരു വെപ്രാളം തോന്നി. താൻ തമാശയായി പറഞ്ഞതിനെ അവൻ മറ്റേതെങ്കിലും അർത്ഥത്തിൽ എടുത്തിട്ടുണ്ടോ എന്ന് അവളുടെ മനസ്സ് അവളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഏട്ടാ, എന്താ ഇത്ര കാര്യമായി ആലോചിക്കുന്നേ? ഒടുക്കം കാറിനുള്ളിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ശ്രീനന്ദ സംസാരിച്ചു തുടങ്ങി. ഏയ്, ഒന്നുമില്ലടോ. ദാ കോളേജ് എത്താറായി. നോക്ക്, തന്റെ ഫ്രണ്ട് അവിടെ നിൽപ്പുണ്ടല്ലോ. ഗേറ്റിനരികിൽ ശ്രീനന്ദയെ കാത്തു നിൽക്കുന്ന പാർവതിയെ അവൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അഥർവത് പറഞ്ഞത്. ശ്രീനന്ദ കൂടുതലായി ഒന്നും ചോദിക്കാതിരിക്കാൻ അഥർവ് വളരെ കാഷ്വലായിട്ടാണ് അവളോട് സംസാരിച്ചത്. പക്ഷെ അവളുടെ മനസ്സിൽ ഒരു വല്ലായ്മ ആ നേരം കൊണ്ട് തന്നെ പടർന്നു. അഥർവ് പാർവതിക്കടുത്തേക്ക് കാറ് കൊണ്ടുവന്ന് നിർത്തിയതും പാർവതി അവർക്കടുത്തേക്ക് വന്നു. ഗുഡ് മോർണിംഗ് ചേട്ടാ, പാർവതി പറഞ്ഞു. വെരി ഗുഡ് മോർണിംഗ് പാർവതി. ഒരുപാട് നേരമായി വന്നിട്ട്? ഏയ് ഇല്ലില്ല. പാർവതി ഒന്ന് ചിരിച്ചു. എങ്കിൽ ശരി നന്ദ, ഞാൻ പോട്ടെ. അവൻ പറഞ്ഞപ്പോ നന്ദ കൈവീശി. ശ്രീനന്ദ അഥർവിനെ നോക്കിക്കൊണ്ട് കാറിൽ നിന്നിറങ്ങി. അവൾ ഇറങ്ങിയ പാട് ആ കാറ് അവളിൽ നിന്ന് അകന്നുപോയി. എന്തോ വല്ലാത്തൊരു വിഷമം ശ്രീനന്ദയെ വന്ന് പൊതിഞ്ഞു. ആ കാർ കണ്ണിൽ നിന്നും മറിയും വരെ ശ്രീനന്ദ ആ നിൽപ്പ് നിന്നു. അതെ, കാറൊക്കെ പോയി, നമുക്ക് ക്ലാസ്സിൽ പോകണ്ടേ? പാർവതി കയ്യിൽ തട്ടി വിളിച്ചപ്പോഴാണ് ശ്രീനന്ദ സ്വബോധത്തിലേക്ക് വന്നത്. പാർവതിയെ നോക്കി ഒന്ന് തലകുലുക്കിക്കൊണ്ട് ശ്രീനന്ദ അവൾക്കൊപ്പം മുന്നോട്ട് നടന്നു. അന്നത്തെ ഒരു ക്ലാസ്സുകളും ശ്രീനന്ദയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അഥർവ് തന്നെ തെറ്റിദ്ധരിച്ചോ എന്നൊരു ചിന്ത മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ മുഴുവനും. ഇങ്ങനെയൊക്കെയോ ഒരുവിധം വൈകുന്നേരം വരെ അവൾ ക്ലാസ്സിൽ പിടിച്ചിരുന്നു. പാർവതിയും കാണുന്നുണ്ടായിരുന്നു. ശ്രീനന്ദയുടെ ഈ വെപ്രാളവും പരവേശവും, ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടുള്ള ഇരിപ്പുമെല്ലാം. എന്തു പറ്റി ശ്രീ? ഞാൻ നിന്നെ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നു. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല പാറു. എന്താ നീ അങ്ങനെ ചോദിച്ചേ? അങ്ങനല്ല, നീ ഇന്ന് ഭയങ്കര സൈലൻ്റായി പോയതുപോലെ. സാധാരണ ഇങ്ങനെ അല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങളും ആര്യൻകുട്ടിൻ്റെ വിശേഷങ്ങളും അങ്ങനെ തുടങ്ങി 100 കൂട്ടം കാര്യങ്ങൾ പറയാറുള്ളതല്ലേ. അപ്പോഴാണ് ശ്രീനന്ദയെ ആലോചിച്ചത്, താനിന്ന് പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ലല്ലോ എന്ന്. സോറി പാറു, ഞാൻ പെട്ടെന്ന്. ശരി, നീ എന്തിനാ സോറിയൊക്കെ പറയുന്നേ? നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? അത് പറ. ഏയ്, ഒരു വിഷമവും ഇല്ല. പിന്നെന്താ ഒരു ടെൻഷൻ പോലെ? അതുർച്ചേട്ടനുമായിട്ട് എന്തെങ്കിലും പറഞ്ഞു ഉടക്കിയോ? പാർവതി അത് ചോദിച്ചപ്പോൾ ശ്രീനന്ദ എന്തു പറയണമെന്നറിയാതെ തല കുനിച്ചു കളഞ്ഞു. പാർവതി മെല്ലെ അവളുടെ താഴ്ന്നുപോയ മുഖം മെല്ലെ ഉയർത്തി. അതൊക്കെ കുടുംബജീവിതത്തിൽ സാധാരണ എന്ന് കരുതി അതും മനസ്സിലിട്ടുകൊണ്ട് നടന്ന് നിന്റെ പഠിത്തം ഉഴപ്പരുത്, കേട്ടല്ലോ. വാ, നമുക്ക് പുറത്തോട്ടിറങ്ങി നിൽക്കാം. കോളേജ് വിട്ടതുകൊണ്ട് തന്നെ കുട്ടികൾ ഓരോരുത്തരും അവരെ മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇരുവരും കോളേജ് ഗേറ്റ് കടന്ന് മുന്നോട്ടെത്തിയപ്പോഴാണ് ശ്രീനന്ദയുടെ ഫോണിലേക്ക് അഥർവിന്റെ കോൾ വന്നത്. നന്ദ, എനിക്ക് അർജന്റായിട്ട് ഇന്നൊരാളെ കാണാനുണ്ട്. താനൊരു യൂബർ വിളിച്ചു പോകാമോ? അതുകൂടി കേട്ടപ്പോൾ ശ്രീനന്ദയ്ക്ക് പിന്നെയും വിഷമം. അഥർവ് തന്നെ ഒഴിവാക്കാൻ നോക്കുവാണോ എന്നൊക്കെ അവൾ ചിന്തിച്ചു പോയി. മറുപടിയൊന്നും മൂളിക്കൊണ്ട് അവൾ കോൾ കട്ട് ചെയ്തു. അവൾ യൂബർ ബുക്ക് ചെയ്തു. അതേസമയം മറുപുറത്ത് അഥർവും സൈലന്റായി പോയി. ശ്രീനന്ദ ഒന്നും പറയാതെ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് നിൽക്കുവാണ് അവനപ്പോൾ. വീട്ടിലേക്ക് പോകും വഴി കാരണമറിയാതെ ശ്രീനന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു തോന്നി. ഒരുവിധം എങ്ങനെയോ അവൾ വീട്ടിലെത്തി. ഭാഗ്യത്തിന് ഗാർഡനിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇന്ദിര അടുക്കളയിൽ നിന്ന് കാര്യമായ എന്തോ പണിയിലാണ്. അടുക്കളയിൽ നിന്നും നല്ല വാസന വരുന്നുണ്ട്. ശ്രീനന്ദ മെല്ലെ അവിടേക്ക് നടന്നു. ഇന്ദിര പരിപ്പോടി ഉണ്ടാക്കുവാണ്. ആഹാ, മോളെത്തിയോ? ഇന്ന് ആര്യൻകുട്ടൻ്റെ സ്കൂൾ ബസ് നേരത്തെ വന്നു. മോള് വേഗം പോയി ഫ്രഷായിട്ട് വാ. അമ്മ നല്ല ചൂട് പരിപ്പോടിയും ചായയും തരാം. മോൾക്ക് പരിപ്പോടി ഇഷ്ടമല്ലേ? അതെ അമ്മേ. എങ്കിൽ പിന്നെ വേഗം പോയിട്ട് വായോ. അതും പറഞ്ഞ് ഇന്ദിര കൈവെള്ളയിൽ വെച്ച് പരത്തിക്കൊണ്ടിരുന്ന ഒരു വടയെടുത്ത് എണ്ണയിലേക്കിട്ടു. ശ്രീനന്ദ ധൃതിയിൽ മുകളിലേക്ക് ഓടി. ബാഗ് സ്റ്റഡി ടേബിളിന് മുമ്പിൽ വെച്ചുകൊണ്ട് അവൾ ബെഡിലേക്ക് വീണു. എന്തിനെന്നറിയാതെ അവളുടെ മിഴികൾ വീണ്ടും നിറഞ്ഞു. സത്യം പറഞ്ഞാൽ തൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് പോലും വേർതിരിച്ചറിയാനാവാത്ത ഒരവസ്ഥയിലായിരുന്നു നന്ദ. കിടന്ന കിടപ്പിൽ ശ്രീനന്ദ ഉറങ്ങിപ്പോയി. മുകളിലേക്ക് വസ്ത്രം മാറാനായി പോയ ശ്രീനന്ദയെ ഏറെ നേരായിട്ടും താഴേക്ക് കാണാതായതോടെ ഇന്ദിര അവളെ അന്വേഷിച്ച് മുകളിലേക്ക് കയറി ചെന്നു. കുറച്ചു സമയം മുറിക്ക് പുറത്തുനിന്ന് വിളിച്ചെങ്കിലും
അവളുടെ അനക്കമൊന്നും കേൾക്കാതായപ്പോ ഡോർ ഹാൻഡിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് അവരകത്തേക്ക് കയറുമ്പോൾ കോളേജ് യൂണിഫോമിൽ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്ന ശ്രീനന്ദയാണ് കണ്ടത്. മോളെ, അവരവളെ തട്ടി വിളിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവർക്ക് മനസ്സിലായി ശ്രീനന്ദ നല്ല ഉറക്കമാണെന്ന്. കൂടുതൽ നേരം അവിടെ നിൽക്കാതെ ഇന്ദിര മെല്ലെ താഴേക്ക് നടന്നു. ഒരുപക്ഷെ കോളേജിലൊക്കെ പോയതിന്റെ ക്ഷീണം കൊണ്ടാകും അവൾ അങ്ങനെ കിടക്കുന്നതെന്ന് കരുതിയവർ. ഏകദേശം 6:30 അന്ന് അഥർവ് വീട്ടിലേക്ക് വന്നത്. അവന്റെ കണ്ണുകൾ അവിടെ മാകെ നന്ദയെ പരതി. ഇന്ദിര ആര്യൻകുട്ടന്റെ ഒപ്പം ലിവിംഗ് റൂമിലുണ്ട്. നന്ദ എവിടെയമ്മേ? നന്ദമോൾ ഇന്ന് കോളേജ് വിട്ട് വന്നിട്ട് നേരെ മുകളിലേക്ക് പോയതാ. ഇതുവരെ താഴേക്ക് ഇറങ്ങി വന്നില്ല മോനെ. ആ കുട്ടിക്ക് എന്തെങ്കിലും വയ്യായിക്കൊണ്ടോന്നറിയില്ല. യൂണിഫോമിൽ തന്നെ ഒരേ കിടപ്പാ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ നല്ല ഉറക്കമായിരുന്നു. നീ മുകളിലേക്ക് കയറി പോകുമ്പോ ഒന്ന് നോക്കിയേക്കണേ, പനി വല്ലതും ഉണ്ടോന്ന്. ക്ഷീണം കൊണ്ടാവൂന്ന് കരുതിയാ ഞാൻ പിന്നെ വിളിക്കാൻ നിൽക്കാഞ്ഞു. ഇന്ദിര അതും പറഞ്ഞു നിർത്തിയതും ധൃതിയിൽ അഥർവ് മുകളിലേക്ക് പോയി. വാതിൽ മെല്ലെ തുറന്നവൻ അകത്തേക്ക് കയറി. ശ്രീനന്ദ കമിഴ്ന്നു കിടന്നുറങ്ങുവാണ്. നന്ദ എഴുന്നേറ്റ്. അഥർവ് അവളെ തട്ടി വിളിച്ചു. കമിഴ്ന്നു കിടന്നവൾ മെല്ലെ ചെരിഞ്ഞു വന്നതും കാണുന്നത് അവൾ കരിയിലിരിക്കുന്ന അഥർവിനെയാണ്. നേരത്തെ മങ്ങലോടെ അവന്റെ മുഖം കണ്ടതും അവൾ മിഴികൾ ഇറുക്കിയടിച്ച് വീണ്ടും തുറന്നു. അവളുടെ വിടർന്ന മിഴികളിൽ നീരുറവ് പൊടിഞ്ഞു. അഥർവിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ശ്രീനന്ദ. ഏട്ടൻ എന്നെ ഉപേക്ഷിച്ചു കളയോ? പെട്ടെന്ന് അങ്ങനെ ചോദിക്കാനാണ് അവൾക്ക് തോന്നിയത്. അഥർവിന്റെ നെറ്റിയിൽ സംശയത്തിന്റെ വരകൾ വീണു. എന്താണോ? എന്താ പറ്റിയേ? അവൻ അവളെ താങ്ങി പിടിച്ച് കട്ടിൽ ക്രാസയിലേക്ക് ചാരിയിരുത്തി. നോക്ക്, താൻ നോക്കിയല്ലേ? അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് അവൻ ചോദിച്ചു. ശ്രീനന്ദ മെല്ലെ ഒന്ന് തലകുലുക്കി. പിന്നെന്താ, വന്നിട്ട് ഇതുവരെ യൂണിഫോം പോലും മാറാതെ ഇങ്ങനെ കിടന്നത്? അവനത് ചോദിച്ചതും പൊടുന്നനെ ശ്രീനന്ദ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് ഏങ്ങലടിച്ച് കരഞ്ഞു. അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ അഥർവ് കുഴിഞ്ഞു. നന്ദേ, താൻ ഇങ്ങനെ കരയില്ലേ? നോക്ക്, താനിങ്ങനെ കരഞ്ഞാൽ എനിക്കും സങ്കടാവൂട്ടോ. അഥർവിന്റെ ആ സംസാരത്തിൽ സ്വിച്ചിട്ടതുപോലെ നന്ദയുടെ കരച്ചിൽ നിന്നു. മുഖം ഉയർത്തി അവൾ അഥർവിനെ നോക്കി. എന്തുപറ്റി? എന്താ ഇന്നൊരു വിഷമം? എന്റെ നന്ദൂട്ടിയെ ഞാൻ വിഷമിപ്പിച്ചോ? അവൻ ചോദിച്ചതും ഇല്ലെന്നവൾ ചുമൽച്ചലിപ്പിച്ചു. ഇപ്പൊ എന്താ ചോദിച്ചേ? നിന്നെ ഉപേക്ഷിച്ച് കളയുമെന്നോ? വീണ്ടും അവന്റെ ശബ്ദം. നന്ദയുടെ മിഴികൾ താണു. എടാ, ഈ അഥർവിന്റെ ജീവിതത്തിൽ നിന്നും എന്റെ മരണത്തിലൂടെയല്ലാതെ നിന്നെ ഞാൻ ഉപേക്ഷിച്ചു പോവില്ല. കൂടെ കൂട്ടിയതും ഈ താലി അണിയിച്ചു തന്നതും എന്റെ ജീവന്റെ പാതിയായിട്ട് എന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ തന്നെയാ. പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ചെറിയ ദേഷ്യം ഉണ്ടായിരുന്നു. അതിന്റെ സാഹചര്യം കൊണ്ടാണ് പെണ്ണെ. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ എൻ്റെ ആര്യനെ പോലെ നിന്നെ സ്നേഹിക്കുമായിരുന്നു. നീയില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല എന്ന അവസ്ഥയാണിപ്പോ. അത്രയ്ക്കെന്റെ ജീവന്റെ ജീവനാ നീ. അവൻ പറഞ്ഞു നിർത്തിയതും നന്ദ ആ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. നന്ദ, പ്ലീസ് കരയരുത്, എനിക്കത് സങ്കടാവൂട്ടോ. അവൻ വീണ്ടും അവളുടെ ചുമലിൽ തഴുകി. അതെ, ഇന്ന് ഞാൻ വിഷമിപ്പിച്ചെങ്കിൽ സോറി നന്ദ. അവൻ പറഞ്ഞപ്പോ നന്ദയുടെ പിടുത്തം കൂടുതൽ മുറുകി. തുടരും. പാവമല്ലേ അഥർവ് നന്ദി. വായിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു പോണേ.